Dear students, ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി. Solubility of a substance is its maximum amount that can be dissolved in a specified amount of solvent at a particular temperature. Solubility എന്ന് പറഞ്ഞാൽ maximum amount of solute that can be dissolved in a specified amount of solvent at a particular temperature. ഒരു particular temperatureൽ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് സോലിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസിന്റെ സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്, നേച്ചർ ഓഫ് ദി സോൾവെന്റ്, temperature, pressure. Nature of the solute, nature of the solvent, temperature, pressure. Solubility of solids in liquids. Solubility of solids in liquids. Polar solutes are soluble in polar solvents and non-polar solutes are soluble in non-polar solvents. Polar solutes polar solventിലും സോളിബിൾ ആണ്. അതുപോലെ തന്നെ നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിലാണ് സോളിബിൾ. അതിന്റെ മീനിങ് എന്താ? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെന്റിൽ സോളിബിൾ ആണ്. അതുപോലെ നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റിൽ സോളിബിൾ ആണ്. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? An unsaturated solution is one in which more solute can be dissolved at the same temperature. ഇപ്പൊ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലേക്ക് ഇനിയും സൊല്യൂട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാനായിട്ട് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇനി കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെന്താ പറയാ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് കാൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. ഇനിയും സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഇനി കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. സോളിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഇഫ് ദ റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ സോളിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടും. സോളിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ഇഫ് ദ റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. Solubility decreases with temperature if the reaction is exothermic. Reaction exothermic ആണെങ്കിൽ solubility temperature കൂടുമ്പോൾ solubility കുറയും. Solubility increases with temperature എപ്പോ? reaction endothermic ആണെങ്കിൽ. Solubility decreases with temperature if the reaction is exothermic. Exothermic reaction എന്താ? heat energy is പുറത്തേക്ക് വിടുന്നത്, അതായത് heat is evolved. ഇനി ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ആണെങ്കിലോ? എൻഡോതെർമിക് റിയാക്ഷൻസ്. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ എഫക്ട് എന്താണ്? പ്രഷർ ഡസ് നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കന്റ് എഫക്ട് ഓൺ സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ബിക്കോസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ ആൻഡ് പ്രാക്ടിക്കലി റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രഷർ. സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ പ്രഷറിന് സിഗ്നിഫിക്കന്റ് എഫക്ട് ഒന്നും ഇല്ല. കാരണം എന്താ? സോളിഡ്സും ലിക്വിഡ്സും ഇൻകംപ്രസിബിൾ ആണ്, ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് പ്രഷറിലുള്ള ചേഞ്ച് വരുമ്പോഴൊന്നും സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിനെ അത് എഫക്ട് ചെയ്യില്ല. ഇപ്പൊ സോളിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നത് റിയാക്ഷൻ എൻഡോതെർമിക് ആവുമ്പോൾ, കുറയുന്നത് റിയാക്ഷൻ എക്സോതെർമിക് ആവുമ്പോൾ. പ്രഷറിന് ഒരു പ്രത്യേകിച്ച് എഫക്ട് ഒന്നും ഇല്ല എന്തില്? സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ. കാരണം എന്താ? സോളിഡ്സും ലിക്വിഡ്സും ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. Solubility of gas in a liquid. It is greatly affected by pressure and temperature. Solubility of gas in liquid. It is greatly affected by pressure and temperature. Effect of pressure. Effect of pressure എന്താണ്? Effect of pressure ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഹെൻറിസ് ലോ.
The law states that at a constant temperature, the solubility of a gas in a liquid is directly proportional to the pressure of the gas. Solubility എന്ന് പറയുന്നത് solubility of gas in a liquid എന്ന് പറയുന്നത് directly proportional to pressure of the gas. ഏതാണ് law? Henry's law. Effect of pressure പറയുന്ന law ഏതാണ്? Henry's law. അപ്പോൾ at constant temperature, solubility of gas in a liquid is directly proportional to pressure of the gas. ഇനി ഹെൻറീസ് ലോ നമുക്ക് വേറെ തരത്തിൽ എങ്ങനെ പറയാം? പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ ദ വേപ്പർ ഫേസ് ഈസ് പ്രപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് കൈ ഇൻ ദ സൊല്യൂഷൻ. അപ്പോ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ ഹെൻറീസ് ലോ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്, അല്ലെങ്കിൽ partial pressure of the gas in the vapor phase is directly proportional to the mole fraction of the gas in the solution. Partial vapor pressure എന്ന് പറയുമ്പോൾ P is directly proportional to mole fraction chi എന്നാണ് പറയുന്നത്. അപ്പോൾ P is directly proportional to chi, P equal to KH into chi, where KH is Henry's law constant. KH നമ്മൾ എന്താ പറയാ? Henry's law constant. എന്താണ് Henry's law? Henry's law എന്ന് പറഞ്ഞാൽ partial pressure of the gas in vapor phase is directly proportional to the mole fraction of the gas in the solution. അപ്പോൾ partial vapor pressure of the gas in the vapor phase is directly proportional to mole fraction of the gas in the solution. Partial vapor pressure എന്തിനോടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മോൾ ഫ്രാക്ഷനോട്. ഓക്കെ, KH അപ്പൊ partial vapor pressure is directly proportional to mole fraction, P equal to KH into chi. ഇനി different gases have different KH values at the same temperature. Thus, KH is a function of the nature of the gas. Higher the value of KH at a given pressure, the lower is the solubility of the gas in the liquid. KHന്റെ വാല്യൂ കൂടുമ്പോൾ solubility കുറയും. KHന്റെ വാല്യൂ കൂടുമ്പോൾ solubility കുറയും. The solubility of gases increases with decrease of temperature. അപ്പോൾ solubility എന്ന് പറയുന്നത് കൂടും ടെമ്പറേച്ചർ കുറയുമ്പോൾ. Therefore, aquatic species are more comfortable in cold waters rather than in hot waters. അതുകൊണ്ടാണ് aquatic speciesന് more comfortable എവിടെയാ? കോൾഡ് വാട്ടേഴ്സിലാണ്. ഹോട്ട് വാട്ടേഴ്സിനേക്കാളും അവർ മോർ കംഫർട്ടബിൾ ഏതിലാണ്? കോൾഡ് വാട്ടേഴ്സിലാണ്. അപ്പോൾ KHന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് solubility കുറയും. solubility കൂടും എപ്പോ? ടെമ്പറേച്ചർ കുറയുമ്പോൾ solubility കൂടും. KH കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? KH കൂടുമ്പോൾ KHന്റെ വാല്യൂ കൂടുമ്പോൾ solubility കുറയും. solubility ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് solubility കുറയും. solubilityയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ KHഉം solubilityയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Applications of Henry's law. To increase the solubility of carbon dioxide in soft drinks and soda water, the bottle is heated under high pressure. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഡ വാട്ടറിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അത് ബോട്ടിൽ എവിടെ വെക്കുക? ഹൈ പ്രഷറിൽ കീപ്പ് ചെയ്യും. ഹെൻറീസ് ലോന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താ? ടു ഇൻക്രീസ് ദ solubility of carbon dioxide in soft drinks and soda water, the bottle is heated under high pressure. Second application എന്താ? Gas cylinders are used by scuba divers for breathing air at high pressure underwater. Increased pressure increases the solubility of atmospheric gases in blood. ഇപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് താഴേക്ക് നന്നായി ഡൈവ് ചെയ്ത് പോകുമ്പോൾ അവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ സോളിബിലിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, അതിന്റെ സോളിബിലിറ്റി, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ ബ്ലഡിലുള്ള സോളിബിലിറ്റി കൂടും. Increased pressure increases the solubility of atmospheric gases in blood. When the divers come towards surface, the pressure gradually decreases. Divers സർഫസിലേക്ക് എത്തുമ്പോൾ പ്രഷർ കുറയും. This releases the dissolved gases and leads the formation of bubbles of nitrogen in the blood. ഇത് കാരണം ഡിസോൾവ്ഡ് ഗ്യാസസ് എല്ലാം റിലീസ് ആവും. സർഫസിലേക്ക് വരുമ്പോൾ ഡിസോൾവ്ഡ് ഗ്യാസസ് എല്ലാം റിലീസ് ആവും. മാത്രമല്ല ഇത് ബ്ലഡിൽ
നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യുന്നതിനായിട്ട് കാരണമാവും. പ്രഷർ കുറയും, മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ് ചെയ്ത ഗ്യാസസ് എല്ലാം റിലീസ് ആവും. മാത്രമല്ല നൈട്രജൻ ബബിൾസ് ബ്ലഡിൽ ഫോം ചെയ്യുന്നതിനായി കാരണമാവും. ആസ് എ റിസൾട്ട് ബെൻഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിന്റെ ഫലമായിട്ട് എന്താ, ബെൻഡ് ഉണ്ടാവും. ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെഡിക്കൽ കണ്ടീഷൻ വിച്ച് ഈസ് പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ് ടു ലൈഫ്. ബെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് നമുക്ക് വളരെയധികം പെയിൻഫുൾ ആണ്, ലൈഫിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനെയാണ് ബെൻഡ് എന്ന് പറയുന്നത്. To avoid bends, the tanks used by scuba divers are filled with air diluted with helium. അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, ബെൻഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്ന ടാങ്കിൽ എയർ ഫില്ല് ചെയ്യണത്, ആ എയർ ഹീലിയമായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടുള്ള എയർ ആയിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ്, സ്ക്യൂബ ഡൈവേഴ്സ് ഡൈവ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ ബ്ലഡിലുള്ള സോളിബിലിറ്റി കൂടും. എന്നിട്ട് അവർ സർഫസിലേക്ക് എത്തുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ ഡിസോൾഡ് ഗ്യാസസ് എല്ലാം റിലീസ് ആവും. മാത്രമല്ല നൈട്രജനില് ബ്ലഡിൽ നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യാനായിട്ട് കാരണമാവും. ഈ കണ്ടീഷനെ പറയുന്ന പേരെന്താണ്? അത് കാരണമാണ് ബെൻഡ് ഫോം ചെയ്യുന്നത്. ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, ലൈഫിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, മെഡിക്കൽ കണ്ടീഷൻ ആണ്. ബെൻഡ് ഒഴിവാക്കാനായിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്ന ടാങ്കിൽ എയർ ഫില്ല് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും? വിച്ച് ഈസ് ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം. ഹീലിയമായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടുള്ള എയർ ആയിരിക്കും യൂസ് ചെയ്യുക. തേർഡ് ആപ്ലിക്കേഷൻ എന്താണ്? അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് പ്രഷർ ഈസ് ലോ. മൗണ്ടെയിൻസിലെല്ലാം പ്രഷർ വളരെ കുറവായിരിക്കും, ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുറവായിരിക്കും. ദിസ് ലീഡ്സ് ടു ലോ കോൺസെൻട്രേഷൻസ് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ഇത് കാരണം എന്താണ്ടാവുക? ബ്ലഡിലെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറയും. ഇറ്റ് കോസസ് ക്ലൈംബേഴ്സ് ടു ബിക്കം വീക്ക് ആൻഡ് അൺഎബിൾ ടു തിങ്ക് ക്ലിയർലി. ഇത് കാരണം ക്ലൈംബേഴ്സ് വളരെ വീക്കായി മാറും, അവർക്ക് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ, ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാതാവും. ഈ കണ്ടീഷനെ പറയുന്ന പേരെന്താ? എനോസിയ. എനോസിയ എന്നാണ് ഈ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിസ് ലോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു ഇൻക്രീസ് ദ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ, ദ ബോട്ടിൽ ഈസ് സിറ്റുവേറ്റഡ് ഹൈ പ്രഷറിൽ വെക്കും. അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ആർ യൂസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ് ഫോർ ബ്രീത്തിങ് എയർ അറ്റ് ഹൈ പ്രഷർ അണ്ടർ വാട്ടർ. ഈ കേസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. തേർഡ് അപ്ലിക്കേഷൻ എന്താണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുറവായിരിക്കും. അപ്പൊ എന്താണ്ടാവുക? ബ്ലഡിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ കുറയുമ്പോൾ എന്താണ്ടാവുക? ക്ലൈംബേഴ്സ് വളരെ വീക്കാവും, അവർക്ക് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് എനോസിയ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.